ഹായ്, ഒരു റൈസിൻ്റെ റെസിപ്പി നോക്കാമേ. ചോറും കറിയൊക്കെ ഇല്ലാത്ത ദിവസം പെട്ടെന്ന് വെക്കാൻ പറ്റിയ റൈസാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് കുക്കറിലാണ് വെക്കുന്നത്. 30 മിനിറ്റ് മുന്നേ ബിരിയാണി അരി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ കഴുകിയിട്ട് ബട്ടറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നെയ്യോ ഓയിലോ ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് മസാലക്കൂട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റും ബീൻസും നീളത്തിനരിഞ്ഞതോടെ ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയെടുക്കാമേ. ഈ ബട്ടറിനകത്ത് ഒന്ന് നല്ല ഇച്ചിരി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കണം. ബട്ടറിലോ ഒന്നെങ്കിൽ നെയ്യിലോ ബട്ടറിലോ അല്ലെങ്കിൽ ഓയിലായാലും മതി. നല്ലപോലെ വഴറ്റിയിട്ട് ഇതിനകത്തോട്ട് നമ്മൾ കുതിർക്കാൻ വെച്ചേക്കുന്ന അരി ഒന്ന് വെള്ളം ഒന്ന് തോർത്തിയിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ അരിയും കൂടെ ഈ ബട്ടറിനകത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് നമുക്ക് എത്രയാണോ അരി എടുത്ത് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഇപ്പം ഞാൻ 2 ഗ്ലാസ് അരി എടുത്തേക്കുന്നത്. അതേ ഗ്ലാസ്സിന് ഞാൻ 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്തൊരു വേറെ ഞാൻ മല്ലിയിലയോ പുതിനയിലയോ ഒന്നും ഇടുന്നില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല വെന്തും കിട്ടും അരി. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇച്ചിരി മേലെ നിൽക്കണം, എന്നാലേ ആ ചോറിന് നല്ലപോലെ ഉപ്പ് പിടിക്കത്തുള്ളൂ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒറ്റ വിസിൽ കേൾപ്പിച്ചാൽ മതി. എന്നിട്ട് ആവി നല്ല പോയി കഴിയുമ്പോഴേ തുറക്കാവൂ. അപ്പോൾ നമുക്ക് ചോറ് നല്ല വെന്ത് കിട്ടുമേ.